എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ശ്രീരേഷ്മ. റാങ്കപ്പിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ക്ലാസ്സുകൾ നിങ്ങൾക്ക് മാക്സിമം ഉപകാരപ്പെടുന്നതായിട്ട് തോന്നുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ലാസ്സുകൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനുമായിട്ട് മറക്കരുത്. കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്ന ഭാഗം പഠന രീതികൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. പഠന രീതികൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ പഠിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന രീതികളെ വിളിക്കുന്ന പേരാണ് പഠന രീതികൾ എന്ന് പറയുന്നത്. പഠന രീതിയെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ആഗമന രീതികളെന്നും നിഗമന രീതികളെന്നും രണ്ടായിട്ട് ഇതിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ആഗമന രീതി എന്താണെന്ന് നമുക്കിവിടെ നോക്കാം. ഉദാഹരണങ്ങളിൽ നിന്ന് പൊതുതത്വത്തിലേക്ക് പോകുന്ന ഒരു രീതിയെ വിളിക്കുന്ന പേരാണ് ആഗമന രീതി എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ 10ാം ക്ലാസ് വരെ പഠിച്ച ശേഷം പിന്നെ നമുക്ക് അടുത്ത ലെവല് ഏത് വിഷയം എടുക്കണമെന്നത് നമ്മുടെ ടേസ്റ്റ് ഓഫ് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഒക്യുപ്പേഷനുമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു തൊഴില് ഒരു പർട്ടിക്കുലർ മേഖല ഡിപ്പെൻഡ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ അതിന് അനുയോജ്യമായിട്ടുള്ള കോഴ്സുകളായിരിക്കും 10 കഴിഞ്ഞ ശേഷം നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഡോക്ടറോ എഞ്ചിനീയറോ ആയിട്ട് പോകണമെങ്കിൽ, ഡോക്ടർ ആവണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നഴ്സ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സയൻസ് എടുത്ത് +1 നമ്മൾ സയൻസ് സബ്ജക്ട് എടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? മാറി പോകുന്നു. അപ്പൊ 10ന് ശേഷം നമ്മൾ ചിന്തിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഏതാണോ ആ ഒരു തൊഴിലിന് അനുയോജ്യമായി വരുന്ന കോഴ്സ് ഏതാണെന്ന് നമ്മൾ തിങ്ക് ചെയ്ത് നമ്മൾ മാറുന്നതിനെ വിളിക്കുന്നതാണ് ആഗമന രീതി എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഉദാഹരണങ്ങളിൽ നിന്ന് പൊതുതത്വത്തിലേക്ക് എന്നുള്ള രീതിയാണ് ആഗമന രീതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതെന്ന് പറയുന്നത് പ്രധാനമായിട്ടും ശിശു കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു രീതിയാണ്. കുട്ടികളില് മുഖ്യമായും കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു മെത്തേഡാണ് ആഗമന രീതി എന്ന് പറയുന്നത്. കണ്ടെത്തൽ പഠനം, പ്രോജക്റ്റുകൾ എന്നിവയിൽ നമ്മൾ കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു രീതി ഏതാണെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരമാണ് ആഗമന രീതി എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താണ്? ആശയ മനോഭാവം. കുട്ടികളിൽ ഒരു തരത്തിലുള്ള ആശയപരമായിട്ടുള്ള മനോഭാവം ഉണ്ടാക്കിയെടുക്കാനും നമ്മുടെ ആഗമന രീതി സഹായിക്കുന്നുണ്ട്. തന്നെ ഇതിന്റെ ഏറ്റവും വലിയ ഡ്രോബാക്ക് ആയിട്ട് എടുത്ത് കാണിക്കുന്നത് ഉദാഹരണങ്ങളിലൂടെ ടീച്ചർ ക്ലാസ്സിൽ ഇങ്ങനെ എപ്പോഴും പറഞ്ഞു കൊടുക്കുമ്പോൾ അവിടെ സംഭവിക്കുന്ന കാര്യം, ഏത് ടോപ്പിക് എടുത്താലും ഉദാഹരണത്തിൽ നിന്ന് പൊതുതത്വത്തിലേക്ക് പോകുമ്പോൾ അവിടെ ഒരുപാട് സമയം നഷ്ടപ്പെടാനുള്ള ചാൻസസുകളും ഉണ്ടാകുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ആഗമന രീതി ഉള്ളത്. പ്രധാനമായിട്ട് അതിൽ പഠിക്കേണ്ടത് ശിശു കേന്ദ്രീകൃതമാണ്, ഉദാഹരണത്തിൽ നിന്ന് പൊതുതത്വത്തിലേക്ക്. രണ്ടാമത്തെ മെത്തേഡിന്റെ പേരാണ് ഡിഡക്റ്റീവ് മെത്തേഡ്, നിഗമന രീതി എന്ന് പറയും. നിഗമന രീതി എന്താന്ന് ചോദിച്ചാൽ, നിഗമന രീതി മറ്റത് ശിശു കേന്ദ്രീകൃതമായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ രീതി ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അധ്യാപകർക്കാണ്. ദാറ്റ് മീൻസ് അധ്യാപക കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു മെത്തേഡാണ് നമ്മുടെ നിഗമന രീതി എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ പഠിച്ചത് ഉദാഹരണത്തിൽ നിന്ന് പൊതുതത്വത്തിലേക്കായിരുന്നു. ഇവിടെ എന്ന് പറഞ്ഞാല് പൊതുതത്വത്തിൽ നിന്ന് ഉദാഹരണത്തിലേക്ക് എന്നതാണ് ഇവിടുത്തെ ഓർഡർ. അധ്യാപകര് കുട്ടികൾക്ക് അറിവ് പകർന്നു കൊടുക്കുന്നു. നമ്മുടെ ഡെമോൺസ്ട്രേഷൻ മെത്തേഡ്, പ്രഭാഷണ മെത്തേഡുകൾ, ഇതിലൊക്കെ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിച്ച് വരുന്ന ഒരു രീതിയാണ് നിഗമന രീതി എന്ന് പറയുന്നത്. ആഗമന രീതിയെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ സമയം യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു രീതി കൂടെയാണ് നമ്മുടെ നിഗമന രീതി എന്ന് പറയുന്നത്. എന്നാൽ ഇന്നത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം എടുത്ത് നോക്കുകയാണെങ്കിൽ ക്ലാസ് മുറികള് നമ്മുടെ ഈ രണ്ട് രീതികളും മിക്സ് ചെയ്താണ് ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുന്നത്. ആഗമന രീതി ഉപയോഗിക്കുന്നുണ്ട്, നിഗമന രീതിയിലൂടെയും രണ്ടും കൂടെ ഇടകലർത്തിയുള്ള ഒരു പഠന അന്തരീക്ഷമാണ് ഇന്നത്തെ ക്ലാസ് മുറികളിൽ ടീച്ചേഴ്സുകൾ സജ്ജമാക്കിയിരിക്കുന്നത് എന്നതാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ പഠന രീതികൾ രണ്ട് വിധമായിട്ടാണുള്ളത്. ആഗമന രീതികളും നിഗമന രീതികളുമാണുള്ളത്. ഇൻഡക്റ്റീവ് ആൻഡ് ഡിഡക്റ്റീവ് മെത്തേഡാണ് ഇവിടെ പറയുന്നത്. ആഗമനം ശിശു കേന്ദ്രീകൃതമാണ്, അതുകൂടാതെ തന്നെ ഉദാഹരണത്തിൽ നിന്ന് പൊതുതത്വത്തിലേക്കാണ്. മറ്റേതാണെന്നുണ്ടെങ്കിൽ നിഗമനമാണെങ്കിൽ പൊതുതത്വത്തിൽ നിന്ന് ഉദാഹരണത്തിലേക്കാണ്, അധ്യാപക കേന്ദ്രീകൃതവുമാണ്. ക്ലാസ്സുകൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എനിവേ, താങ്ക് യു.